വെൽക്കം ബാക്ക് ടു മീനൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മയ്ക്ക് റെസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഗായ്സ്. ഞാനും അച്ഛനും അപ്പൂസും എൻ്റെ അമ്മയും എല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം ഹാപ്പി ലാൻഡാണ്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകണം. അവിടെ പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയും ഒരു വണ്ടിയിൽ, അച്ഛനും അപ്പൂസും നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ വല്യമ്മയാണ്. ഞാൻ വല്ലി എന്നാണ് വിളിക്കാറ്. നമ്മൾ പണ്ട് മുതലേ വല്ലി എന്നാട്ടോ വിളിക്കുന്നത്. പിന്നെ വല്ലി ഭയങ്കര ബിസിയാണ്. ഞാൻ വിളിച്ചിട്ട് എൻ്റെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. എൻ്റെ അമ്മയുടെ ചേച്ചിയാണ് ഞാൻ വല്ലി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട്. അങ്ങനെ അമ്മാമ്മയും അപ്പാപ്പനും ചേട്ടന്മാരും വല്ലിച്ചനും എല്ലാവരും റെഡിയാട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോവാം ഹാപ്പി ലാൻഡിൽ. എല്ലാവരും വളരെ ഹാപ്പിയാണ്. ഹാപ്പി ലാൻഡിൽ പോയാൽ മതി എല്ലാവർക്കും. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായി. അങ്ങനെ വലിയ ഡോറൊക്കെ പൂട്ടി ഇറങ്ങണ്ടേ. അപ്പോൾ ആ വലിയ കർത്തവ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ് എൻ്റെ ചേട്ടൻ. ഞാൻ വല്യയുടെയും വല്യച്ഛൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. ഇതെൻ്റെ വല്യച്ഛൻ ഓട്ടോയൊക്കെ എടുത്ത് സെറ്റാക്കി. അമ്മാമ്മ, എൻ്റെ ചേട്ടന്മാർ, എൻ്റെ അച്ഛൻ വന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ലാൻഡിൽ പോകണം ഗൈസ്. എത്ര പ്രാവശ്യം ഞാൻ ഹാപ്പി ലാൻഡിൽ പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. സോ വി ആർ വളരെ ഹാപ്പിയാണ്. അപ്പം അധികം ട്രാവൽ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ നമ്മൾ നേരെ കണ്ട ഹാപ്പി ലാൻഡ് ഫസ്റ്റ് തുടക്കത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തുനിന്നും കുറേ പോകണം, എങ്കിലേ നമുക്ക് ഹാപ്പി ലാൻഡിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മൾ ഇതാണ്ട് ഹാപ്പി ലാൻഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും കസിൻസും എല്ലാം കൂടി 17 പേരുണ്ടായിരുന്നു കേട്ടോ. നമ്മളെല്ലാവരും സൂപ്പറായിട്ട് അടിച്ച് പൊളിച്ചു ഒരു ദിവസം ഫുൾ. അപ്പോൾ നമ്മൾ അവിടെ വന്നാലും എല്ലാവരുടെ അടുത്ത് ഫോട്ടോയൊക്കെ എടുത്ത്, അത് എവിടെ പോയാലും ഫോട്ടോ മസ്റ്റാണല്ലോ. ഫോട്ടോയൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ എടുക്കാനായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ഹാപ്പി ലാൻഡ് തുടക്കത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മളിങ്ങനെ ഈ പൂളിലോട്ടും റൈഡിലൊക്കെ കയറി ഇങ്ങനെ വിതുമ്പി നിൽക്കുവാണ്. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ പൂളിലും അല്ലാത്ത അഡ്വഞ്ചർസ് അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി ലോക്കറിലൊക്കെ വെച്ചു. ഫസ്റ്റ് റൈഡ് എന്ന് പറയുമ്പോൾ ഡാഷിങ് കാസാണ്. ഇത് ഞാനും എൻ്റെ അമ്മയും കൂടെ കയറിയിട്ട് അപ്പോൾ എന്തൊക്കെ കാണിച്ചത് അറിഞ്ഞൂടെ. അവിടെ ചെന്ന് ഇടിച്ചിടിച്ച് നിന്നു. പക്ഷേ ഫസ്റ്റ് നമ്മുടെ എല്ലാവരും കൂടെ കയറിയപ്പോഴത്തേക്ക് അവർ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അവർ സ്മൂത്തായിട്ട് ഓടിച്ച് പോകുന്നുണ്ടായിരുന്നു. രണ്ടാമത് ഞാനും അമ്മയും കയറിയപ്പോഴായിരുന്നു വൻ പ്രശ്നം. പിന്നെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് കഴിഞ്ഞാലേ സെക്കൻഡ് കയറാൻ പറ്റത്തുള്ളൂ. കണ്ടില്ലേ ഗൈസ്, ദോ കാണുന്ന ആ സ്റ്റക്കായി കിടക്കുന്ന വണ്ടിയാട്ടോ നമ്മളത്. ഞാനും അമ്മയും കയറിയിട്ട് ഒരുപാട് പ്രാവശ്യം ചെന്ന് ഇടിച്ചിടിച്ച് നിന്നു. 2-3 പ്രാവശ്യം അവർ ഫുൾ നിർത്തിയിട്ട് ഓണാക്കിയാണ് നമുക്ക് സെറ്റാക്കി തന്നത്. പിന്നെ സെറ്റായിട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ എന്തുവാ അല്ലേ, ഓട്ടിച്ചങ്ങ് തകർത്തു. കുറേ കൊണ്ട് ഇടിച്ചായിരുന്നു. ഞാനും അമ്മയും കയറിയപ്പോൾ തന്നെ നല്ല സംഭവം ഉണ്ടായിരുന്നു. കണ്ടില്ലേ, അവിടെ ചെന്ന് ഇടിച്ച് നിന്നു. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ ഇപ്പുറത്തെ ജംഗിൾ സഫാരിയിലോട്ട് കയറി. ഇവിടെ ആണെങ്കിൽ ലൈറ്റൊക്കെ വെച്ചിട്ടാണ്, നല്ല സൗണ്ട് എഫക്റ്റും ഉണ്ട്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അത് കഴിഞ്ഞ് ഞാൻ കയറില്ല, നമുക്കിതിൽ 15 എബോവാണ്. സോ ഈ ഒരു ബുള്ളിൻ്റെ ഇതിലൊക്കെ കയറി അവർ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേട്ടൻ കയറിയപ്പോൾ ഫുൾ, അതായത് ആ ഫസ്റ്റ് മുതൽ അവസാനം വരെയും ചേട്ടൻ അതിൽ നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കണ്ടത് എൻ്റെ ചേച്ചിമാരായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അവർ 2 പേരും വന്ന് വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരെ മാക്സിമം അതിൽ ട്രൈ ചെയ്യാനായിട്ട് നോക്കി. ഇത് ഭയങ്കര പാടാണ് കേട്ടോ, നമ്മൾ ഈ കാണുന്ന പോലെ അല്ല. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഒരു ഗോസ്റ്റ് വില്ലേക്ക് കയറി. ഇതിൻ്റെ അകത്ത് കുറേ പേടിപ്പിക്കുന്ന സംഭവങ്ങളുണ്ട്. പക്ഷേ വലിയവർക്കൊന്നും അത് അധികം പേടിയുണ്ടാവില്ല. നമ്മുടെ കൂടെ വന്ന അമ്മാളൂനും ഭയങ്കര പേടിയായി. അത് കാരണം നല്ല സൗണ്ട് എഫക്റ്റാണ് അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഫുൾ നിശബ്ദതയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ കൊടുത്തിരിക്കുന്ന സൗണ്ടൊക്കെ സൂപ്പറായിട്ട് പേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗണ്ടാണ്. ഇത് കാണുന്നത് അടുത്ത ഇതിലോട്ട് കയറാനുള്ളതാണ്. വിശാലമായി കിടക്കുന്നതുകൊണ്ട് ചാടിയും മറിഞ്ഞൊക്കെയാണ് നമ്മൾ അതിലോട്ട് കയറിയത് കേട്ടോ. ഇതിരി വെയിറ്റ് ചെയ്യണം. 40 പേർക്കേ കയറാൻ പറ്റത്തുള്ളൂ.
അടുത്തത് വരുന്നത് ഒരു 5D തിയേറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാ യെല്ലോ കളർ ഗ്ലാസ് ഒക്കെ തന്നിട്ട് കയറ്റി ഇരുത്തുവാണ്. അപ്പം നമുക്കതിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അകത്ത് സൂപ്പറായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കയറിയത് മിറർ ഹൗസാണ്. ഈ ഒരു സംഭവം നമ്മൾ ആകെ ഇട്ട് കുഴപ്പിച്ചു. ഈ മിറർ ഇങ്ങനെ വച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്ഥലം മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ഇപ്പോൾ എൻ്റെ അടുത്തൊരാൾ നിൽക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് തോന്നിപ്പോൾ അത് കണ്ണാടിയാണ് തോന്നിപ്പോൾ ആ ഒരു എഫക്റ്റ് ആയിരുന്നു. പക്ഷേ അതൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു മിറർ ഹൗസ് എന്തായാലും മസ്റ്റ് ട്രൈ ഐറ്റമാണ്. സൂപ്പറാണ്. നെക്സ്റ്റ് അവിടെ ഒരു റിങ് ഉണ്ട്. അത് ഭയങ്കര ഒരു തല കറക്കുന്ന എഫക്റ്റാണ്. അത് മൊത്തവും വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഇവിടെ ഉള്ളൊരു ചരിഞ്ഞൊരു ഹൗസ് പോലെ ഇതുണ്ട് കേട്ടോ. അത് സൂപ്പറാണ്. നമ്മൾ മേലോട്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ താഴോട്ട് വലിക്കുന്നതായിട്ടൊക്കെ തോന്നി. ഇത് ഈ ഒരു മിററിൻ്റെ ഒരു ബ്രിഡ്ജ് പോലെ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ മേലോട്ട് നോക്കിയാൽ താഴോട്ട് നോക്കിയാൽ സൈഡിലോട്ട് നോക്കിയാൽ ചുറ്റും നമ്മളെ തന്നെ കാണാൻ പറ്റുന്ന ഒരു രീതിക്കാണ്. ഇവിടെ മിറർ സെൽഫിയൊക്കെ നമുക്ക് സൂപ്പറായിട്ട് എടുക്കാം. അങ്ങനെ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വീഡിയോസൊക്കെ എടുത്ത് സെറ്റ് ചെയ്തു. ഇതാണ് ആ റിങ്ങിൻ്റെ അകമെന്ന് പറയുന്നത്. ഇത് നമ്മൾ കയറുമ്പോഴത്തേക്ക് ചരിഞ്ഞ് തല ഇറങ്ങുന്ന ഒരു എഫക്റ്റാണ് അവിടെ അത് കൊണ്ടുവരുന്നത്. അടുത്തത് തന്നെ ഈ മിറർ ഹൗസിലുള്ള ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഒരു ചരിഞ്ഞ ഹൗസ് പോലെയാണ്. നമ്മൾ മേലോട്ട് നിൽക്കുമ്പോൾ നമ്മളെ താഴോട്ട് വലിക്കുന്ന ഒരു എഫക്റ്റാണ്. ഇതും സൂപ്പറായിരുന്നു. ഇത് നമ്മളിങ്ങനെ മേലോട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ താഴോട്ട് വന്ന് വീഴുന്ന ഒരു നമുക്ക് അധികം നേരം മേളിൽ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റൂല. ആ ഒരു എഫക്റ്റാണ് ഇവിടെ ഇത് കൊണ്ടുവരുന്നത്. അടുത്തൊരു ഈ ഒരു മിറർ. ഇത് ഒറ്റ മിററേ ഉള്ളൂ. ഇത് ഫോട്ടോസിനൊക്കെ ബെസ്റ്റാണ്. നമ്മളിപ്പോൾ ഒരാൾ ഈ ഒരു മിററിൻ്റെ ഫ്രണ്ടിൽ നിൽക്കണമെങ്കിൽ 6-8 എണ്ണമായിട്ടൊക്കെ നമുക്ക് ഫീലാവും. സൂപ്പറായിരുന്നു. ഫോട്ടോയ്ക്കൊക്കെ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. നമ്മൾ ഈ വട്ടമേശ സമ്മേളനം പോലെ ആയിരുന്നു. ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ 6-8 കാണുന്ന അതൊരു സൂപ്പർ ഇതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാനും നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് അതിൻ്റെ മണ്ടയിലോട്ട് നമുക്ക് കുറേ വാട്ടർ സ്ലൈഡൊക്കെ ഉണ്ട്. അതിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ കുറേ നടന്ന് കയറിപ്പോയാലേ നമുക്ക് ആ ഒരു വാട്ടർ സ്ലൈഡിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തുള്ളൂ. ഇവിടെ പിന്നെ കുറേ കുരങ്ങന്മാരുണ്ടായിരുന്നു. അപ്പോൾ കുരങ്ങന്മാർക്ക് ഇത്തിരി കമ്പനി കൊടുക്കാനായിട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്നും 2-3 കുരങ്ങന്മാരും നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കുരങ്ങച്ചിയും ഉണ്ട് കേട്ടോ. ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ചാടി മറിഞ്ഞൊക്കെ പോവാണ്. ഇപ്പോൾ അതോ അവിടെ ചെന്ന് ചാടിയൊക്കെ ഇരിക്കും. കുരങ്ങൻ്റെ നല്ലൊരു എഫക്റ്റ് തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ പക്കയായിട്ട് സൂപ്പറായിട്ടുണ്ട്. കുരങ്ങൻ മാച്ച് ആവുന്നുണ്ട്. ഇനി നമ്മൾ വാട്ടർ സെല്ലിലോട്ട് പോകാനുള്ള ഇതാണ് കേട്ടോ. ഫസ്റ്റ് ഞാനും അച്ഛനും അനിയനും കൂടെയാണ് കയറിയത്. എൻ്റെ ദൈവമേ, ഇതൊരു സൂപ്പർ ഇതായിരുന്നു. അമ്മയ്ക്ക് പേടിയായിട്ട് അമ്മ കയറിയില്ല. ഇത് പറയണമെന്ന് എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. എൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ചേട്ടനും ഉണ്ട്. അതും സൂപ്പറായിരുന്നു. ഈ മേളിലത്തെ ഞാനും അച്ഛനും അനിയനും കൂടെ കയറി നിൽക്കുന്ന ആ ഒരു നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നൊരു ഫീലിംഗ് ആണ് ഗൈസ്. ഈ ഒരു വിളിയായിരുന്നു എൻ്റെത്. ഞാൻ വിളിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു റൈഡ് സൂപ്പറാണ്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ട്രൈ ചെയ്ത് ആരും വരരുത് ഗൈസ്. ഇത് സൂപ്പറാണ്. നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു എഫക്റ്റാണ്. ഇതെൻ്റെ അടുത്ത ചേട്ടനാണ്. ഇനി ഞാൻ മറ്റേൽ കയറിയ എക്സ്പീരിയൻസ് കേൾക്കാം. അത് കഴിഞ്ഞ് അച്ഛനും കയറി. ഇതിൽ നമ്മുടെ ഫാമിലി വന്ന മിക്കവരും ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് ഇതൊക്കെ പേടിയായതുകൊണ്ട് തന്നെ അമ്മ ഇതിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ചേട്ടനും ഞാനും ഒക്കെ കയറി ക്ഷീണിച്ച് വരുന്ന ആ ഒരു ഇതാണ് ഗൈസ് നിങ്ങൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പാപ്പനും കയറിയിട്ടുണ്ടായിരുന്നു. അപ്പാപ്പനും പറഞ്ഞു സൂപ്പറാണ്. ഇതെല്ലാം ഇവിടെ ഹാപ്പി ലാൻഡിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മസ്റ്റ് ട്രൈ ഐറ്റംസ്. ഇതിലൊക്കെ കയറിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ അവിടെ പോകുന്നതിൻ്റെ പൈസ വേസ്റ്റാണ്. ഇതൊക്കെ സൂപ്പറായിരുന്നു. സൂപ്പർ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ടണലിൻ്റെ എട്ടുണ്ടായിരുന്നു. ഇതും സൂപ്പറാണ്. ഇതും വൺ ഓഫ് ദി മസ്റ്റ് ട്രൈ ഐറ്റമാണ്. നമുക്ക് ഇങ്ങനെ കുറേയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു വരും കണ്ടോ ഗൈസ്. ഇതെൻ്റെ അമ്മയാണ്. അമ്മ ഇതിൽ കയറി കുറേ നിലവിളിച്ചിട്ടൊക്കെയാണ് വന്നത്. എല്ലാവരും കയറാനുള്ള ധൈര്യം സൂപ്പറാണ്.
ഇത് ഞാനും കയറിയിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ ഗീസ്, ഞാനും ഇതാ വന്നു. പിന്നെ ഞാൻ വീട് മറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതും സൂപ്പറാണ്. നമുക്ക് ഫസ്റ്റ് നമുക്ക് വെട്ടമാണ്, പക്ഷെ അവസാനത്തെ ആ ഒരു കുറച്ച് മാത്രമാണ് ഈ ഒരു ഡാർക്ക്നെസ് അവിടെ ഫീൽ ചെയ്യും. ഇതിലും നമ്മുടെ കൂടെ വന്ന് മിക്കവരും കയറി, 2-3 പ്രാവശ്യം കയറി. ഇതും സൂപ്പറായിരുന്നു. പക്ഷെ ഞാൻ ഒരു വട്ടേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചേട്ടനും ചേച്ചിമാരും വല്യച്ഛനും വല്യമ്മയും അമ്മയും അച്ഛനും അപ്പാപ്പനും എല്ലാവരും മാമയും ഒക്കെ എല്ലാവരും ഇതിൽ കയറിയിട്ടുണ്ടായിരുന്നു. സൂപ്പറാണ് കേട്ടോ, അത് സൂപ്പർ. നമ്മുടെ കൂടെ വന്ന കൊച്ചു പിള്ളേർ വരെ എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഗൈസ്. ഇതെനിക്ക് എന്തിന് പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സൂപ്പറായി, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. ഗൈസ്, ഇതൊക്കെയാണ് ഓൺ ദ സ്പോട്ട് എക്സ്പീരിയൻസ്. നമ്മൾ ആ ക്യാമറ വരുമ്പോൾ ആ സ്പോട്ടിൽ പറയുന്നതാണ് ഇതൊക്കെ. അപ്പോൾ എന്തൊക്കെ പറയണമെന്ന് ആർക്കും അറിഞ്ഞൂടാ. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ പോയത് ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അതിൻ്റെ അകത്ത് നല്ല പീസസ് ഉണ്ടായിരുന്നു. പിന്നെ സലാഡ്, അച്ചാറ്, പിന്നെ പപ്പടം ഒക്കെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 4-5 പീസ് ഒരു ഇതിൽ തന്നെ ഉണ്ട്. സൂപ്പറായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പൂളിലിറങ്ങി. പൂളിൽ ക്യാമറ അലൗഡ് അല്ല, പക്ഷെ നമുക്ക് ഭാഗ്യത്തിന് ഇത്രയും കുറച്ച് പോർഷൻസ് നമുക്ക് കിട്ടി. പൂളി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞും പിരിഞ്ഞും നോക്കിയില്ല. അങ്ങ് ആട്ടവും ചാട്ടവും അറിയലും ഒക്കെ ആയിരുന്നു. കുറേ പ്രാവശ്യം ഞാൻ തലകുത്തി വീഴുകയൊക്കെ ചെയ്തു കേട്ടോ. ഇവരൊക്കെയാണ് നമ്മളെ കൂടെ വന്നവർ. ചേട്ടനും അനിയനും എല്ലാവരും ഉണ്ട്. സൂപ്പർ എക്സ്പീരിയൻസ് ആണ് ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇതുപോലുള്ള കുറേ റൈഡ്സിലൊക്കെ കയറി. ഒന്നാമത്തെ കാര്യം അവിടെ ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. അവിടെ പിന്നെ ചലഞ്ചർ എന്നൊരു ഇതുണ്ട്. പിന്നെ നമ്മുടെ ഈ കറക്കിയിരിക്കുന്ന ഒരു ഊഞ്ഞാലുണ്ട്. പിന്നെ PGൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ റൈഡ്. ഇനി നമ്മൾ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും വെയിറ്റിംഗ് ആണ്, ഇനി വരാനുണ്ട്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു, എല്ലാവരും കഴിച്ചു. ഐസ്ക്രീം, പോപ്കോൺ, അങ്ങനെയുള്ള മിക്ക കാര്യങ്ങളെല്ലാം അവിടെ, മിക്ക കാര്യങ്ങളൊന്നല്ല, അവിടെയുള്ള എല്ലാം വാങ്ങിച്ചു. അപ്പോൾ തലപ്പതി സ്റ്റൈലൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് അമ്മാമ്മയുടെ അടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ചോദിച്ചു. അങ്ങനെ അമ്മാമ്മ എല്ലാം പറഞ്ഞു തന്നു, അമ്മാമ്മയുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.